നമസ്കാരം, നെളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ പുതിയ തുടക്കം, പുതിയ വികസന വർഷം, പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമെന്നും മോദിയുടെ ഗ്യാരണ്ടിയുടെ ഗുണം സർവർക്കും ലഭിക്കുമെന്നും നരേന്ദ്രമോദി. ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച മോദി യുപിയിൽ രക്ഷ കിട്ടാതെ രാഹുൽ ഗാന്ധി കേരളത്തെ താവളമാക്കിയെന്ന് പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്തെത്തിയ മോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ശക്തന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി വരാനായതിൽ സന്തോഷമുണ്ടെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. ാട്ടന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഗുരുവായൂർ, തൃപ്രയാർ, വടക്കുംനാഥ ക്ഷേത്രങ്ങളുടെയും തൃശൂർ പൂരത്തിന്റെയും വിഷു ആഘോഷത്തിന്റെയും പാലക്കാട്ടെ വേലകളുടെയും പ്രൌഢി സൂചിപ്പിച്ച പ്രധാനമന്ത്രി കേരളത്തിന്റെ പൈതൃക പാരമ്പര്യം അന്തർദേശീയവൽക്കരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷ സഖ്യത്തെയും രൂക്ഷമായി വിമർശിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതി കേസ് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ്. എല്ലാവരും ഇതിൽ അസന്തുഷ്ടരാണ്. ഏത് ബാങ്കിലാണോ പാവപ്പെട്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ രൂപ നിക്ഷേപിച്ചത്, ആ ബാങ്ക് സിപിഐഎമ്മുകാർ കൊള്ള ചെയ്ത് കാലിയാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. കുരുവന്നൂർ കോഓപ്പറേറ്റീവ് बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है. हर कोई जिससे परेशान है. जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രം. ഇനിയാണ് വികസനത്തിന്റെ പുതുകാലം വരാനിരിക്കുന്നത്. കേരളത്തിൽ അക്രമം സാധാരണ സംഭവമായി. കേരള സർക്കാരിന് അഴിമതിയിലാണ് താൽപര്യം. എവിടെയെങ്കിലും ഇടതു ഭരിച്ചാൽ ഇടത്തുമൊന്നും ഉണ്ടാകില്ല, വലത്തുമൊന്നും ഉണ്ടാകില്ല, മോദി പറഞ്ഞു. കേരളത്തിൽ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നവർ ദില്ലിയിൽ എത്തിയാൽ ഒന്നാണ്. തങ്ങൾ ചെയ്ത കൊള്ളകൾ മറച്ചു പിടിക്കാനാണ് ഇവരുടെ സഖ്യമെന്നും മോദി കുറ്റപ്പെടുത്തി. കേരള के लोगों को एलडीएफ, यूडीएफ दोनों से सावधान रहना है. केरला में भले ही कांग्रेस पार्टी लेफ्ट के लोगों को आतंकवादी कहती है, लेकिन दिल्ली में ये लोग एक साथ बैठकर चुनावी गठजोड़ करते हैं, एक ही थाली में खाते हैं. यहां केरला से बाहर निकलते ही पड़ोस में तमिलनाडु में ही दोनों पार्टियां एक साथ मिलकर चुनाव लड़ रही है. यहां भाषण देते हैं कि आतंकवादी है और वहां मिलकर के चुनाव लड़ते हैं. മോദിയുടെ ഗ്യാരണ്ടി രാജ്യത്തിന്റെ വികസനമാണ്. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കും. ബിജെപി സർക്കാർ രാജ്യത്തെ കരുത്തുള്ള രാജ്യമാക്കി. അടുത്ത 5 വർഷം വികസനത്തിന്റെ കുതിപ്പ് കാണാം. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ കൊണ്ടുവരുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് സിസിടിവി. നിശ്ചയിച്ച സമയത്തിലും 15 മിനിറ്റ് വൈകിയാണ് മോദി കുന്നംകുളത്തെത്തിയത്. കൊച്ചിയിലെ നാവികസേനാ വിമാനത്താവളത്തിൽ നിന്ന് 9:46-നാണ് മോദിയുമായി ഹെലികോപ്റ്റർ പുറപ്പെട്ടത്. 1 മണിക്കൂർ വൈകിയാണ് മോദി കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചതെങ്കിലും സമയം അധികം വൈകാതെ സമ്മേളന നഗരിയായ ചെറുവത്തൂർ ഗ്രൌണ്ടിലെത്തി. രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വന്നിറങ്ങി. അവിടെ നിന്നും റോഡ് മാർഗമാണ് പൊതുസമ്മേളന വേദിയിലെത്തിയത്. ആലത്തൂരിലെ ബിജെപി സ്ഥാനാർത്ഥി ടി.എൻ. സരസു, തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, മലപ്പുറം സ്ഥാനാർത്ഥി എം. അബ്ദുൽ സലാം, പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടി സ്ഥാനാർത്ഥി കെ. ഉണ്ണികൃഷ്ണൻ എന്നിവർ മോദിയോടൊപ്പം വേദി പങ്കിട്ടു. പത്മജ വേണുഗോപാൽ, ദേവൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളും സംബന്ധിച്ചു. ഉച്ചയ്ക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇത് പ്രധാനമന്ത്രിയുടെ 2ാം കേരള സന്ദർശനമാണ്. ഈ മാസം ആദ്യം അദ്ദേഹം പത്തനംതിട്ടയിലും പാലക്കാടും എത്തിയിരുന്നു. കനത്ത ചൂടിനെ പോലും അവഗണിച്ച് നിരവധി പേരാണ് മോദിയെ വരവേൽക്കാൻ കുന്നംകുളത്തെത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു നഗരം. പഴുതടച്ച സുരക്ഷയാണ് നഗരത്തിലും പരിസരത്തും ഒരുക്കിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ, പൊന്നാനി,
തൃശൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുന്നംകുളത്ത് സന്ദർശനത്തിനായി എത്തുമ്പോൾ നഗരത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയാണ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരുക്കിയത്. രാവിലെ 6 മണി മുതൽ തന്നെ ഡ്യൂട്ടി ചുമതല നിശ്ചയിച്ച സ്ഥലങ്ങളിലെത്തി പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ നടപടികൾ ആരംഭിച്ചു. നഗരകേന്ദ്രം മുതൽ സമ്മേളന നഗരിയായ ചെറുവത്തൂർ മൈതാനി വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമായി ബാരിക്കേഡ് സജ്ജീകരിച്ചിരുന്നു. ഈ സുരക്ഷാവേലിക്ക് അപ്പുറത്തു നിന്നാണ് ജനത്തിന് പ്രധാനമന്ത്രിയെ കാണാനായി അവസരമൊരുക്കിയത്. പ്രധാനമന്ത്രിയെ ഒരു നോക്കു കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നതിനുമായി കുന്നംകുളം മണ്ഡലത്തിന് പുറമെ കുന്നംകുളത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു മണ്ഡലങ്ങളിൽ നിന്നുമായി വൻ ജനാവലിയാണ് നഗരത്തിലേക്കെത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3000-ലധികം പോലീസുകാർ കുന്നംകുളത്തെത്തിയിരുന്നു. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ വാഹനങ്ങൾ, പോലീസിന്റെ വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ വാഹനങ്ങളുടെയും ഗതാഗതം നഗരത്തിലൂടെ പൂർണ്ണമായും നിരോധിച്ചിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്നും ജീവനക്കാർ തിരിച്ചറിയൽ കാർഡുകൾ ധരിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ ഭൂരിപക്ഷവും ഉച്ചവരെ പ്രവർത്തിച്ചതുമില്ല. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത എഴുത്ത് ലോട്ടറി ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനയിൽ ഒരാൾ പിടിയിൽ. ആറങ്ങോട്ടുകര തളി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആറങ്ങോട്ടുകര മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ആദിത്യൻ ലോട്ടറിയുടെ മറവിൽ ആണ് അനധികൃത ഒറ്റക്ക ലോട്ടറി കച്ചവടം നടന്നിരുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മാനം ലഭിക്കുന്ന ടിക്കറ്റിന്റെ അവസാന 3 നമ്പറുകൾ മുൻകൂട്ടി എഴുതി പണം കൊയ്യുന്നതാണ് എഴുത്ത് ലോട്ടറി. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ചാലിശ്ശേരി SI BR റനീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ്, CPO കൃഷ്ണദാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 11,000 രൂപയും എഴുത്ത് ലോട്ടറി സ്ലിപ്പുകളും മറ്റും പോലീസ് പിടിച്ചെടുത്തു. ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാനാണ് BJPയുടെ ശ്രമമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ്ണി അലി. പട്ടാമ്പി മണ്ഡലത്തിലെ തൃത്താലക്കൊപ്പത്ത് LDF കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുഭാഷ്ണി അലി. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും അവർ പങ്കെടുത്തു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പട്ടാമ്പി മണ്ഡലത്തിലെത്തിയത്. മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെ കുടുംബയോഗങ്ങളിൽ അവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാനാണ് BJP ശ്രമിക്കുന്നത്. വീണ്ടും BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് സംഭവിക്കും. ഇതിനാണ് തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അവർ ആഗ്രഹിക്കുന്നതെന്നും സുഭാഷിണി അലി സൂചിപ്പിച്ചു. തൃത്താലക്കൊപ്പത്തെ കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. Many statements are being made by BJP leaders. There is one MP from Ayodhya, BJP MP. Yesterday he made a statement, why we want more than 400 seats. We want more than 400 seats because we want to change the constitution. To change the constitution, we have to have more than 400 seats. So that is a BJP MP is saying that. Before the election also, one BJP MP made a similar statement. And about 15 days back, one lady who is contesting for BJP, she was addressing a meeting and she said, now what is happening in our country, those people who were cleaning our shoes, now they want to sit on our head. Why? Because of the constitution. So we have to change this constitution, we have to fight against this constitution. So this is the agenda of the BJP. മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ നീതിശാസ്ത്രമാണ് BJPയുടെ ലക്ഷ്യം. ഇത് നടപ്പാക്കിയാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് തുല്യതാവകാശം ഇല്ലാതാവും. ഇതിനുള്ള അവസരം ഒരുക്കി നൽകരുതെന്നും സുഭാഷിണി അലി സൂചിപ്പിച്ചു. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നും സുഭാഷിണി അലി കൂട്ടിച്ചേർത്തു. So this is an example of Manusmriti, that according to your caste you will get your punishment. We cannot have such a system in our country. We cannot have such a system. And after that, when Bilkis Bano was asked, what do you think now? She said, is this the end of justice in our country? And when we heard that, we felt we must do something, otherwise there is no point. What are we fighting for? What are we living for if we cannot help this one woman?
കോൺഗ്രസുകാർ ബിജെപിയിലേക്ക് ഓടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നും സുഭാഷിണി അലി പരിഹസിച്ചു. So a prime minister who has broken all maryada, he has helped rapists, helped murderers, he is talking about maryada. He is having a photo, Periya Modi, Cheriya Rama, Periya Modi, Valiya Modi, Cheriya Rama, and he is bringing Rama back to Ayodhya. What kind of nonsense is going on? The people who are breaking maryada, they are talking about maryada. Please try to tell people about it. Please explain to people. CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം സി സോമൻ അധ്യക്ഷനായിരുന്നു. LDF നേതാക്കളായ ടി കെ നാരായണദാസ്, സുബേദ സഹക്, NP വിനയകുമാർ, KM വാസുദേവൻ, റസാഖ് മൗലവി, പി സുന്ദരൻ, M രാജൻ, ഔദീൽ ഉമ്മർ, AV സുരേഷ്, U അജയകുമാർ, M ശങ്കരൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴ, തിരിയേകപ്പുറ എന്നിവിടങ്ങളിലും കുടുംബയോഗങ്ങൾ നടന്നു. പട്ടാമ്പി താലൂക്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം ആരംഭിച്ചു. പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത്. 816ഓളം ഉദ്യോഗസ്ഥരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിനാണ് തുടക്കമായത്. സുതാര്യവും സത്യസന്ധവുമായ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം നടപ്പിലാക്കുക എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ഓഡിറ്റോറിയത്തിലും സെമിനാർ ഹാളിലുമായാണ് പരിശീലനം. രണ്ടാം ഘട്ടത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കാണ് പരിശീലനം നൽകുന്നത്. ട്രെയിനർമാരായ കൃഷ്ണകുമാർ, VM സരിത, നിസാം, ഫൈസൽ, മോഹനൻ എന്നിവർ പരിശീലനം നൽകുന്നു. മാസ്റ്റർ ട്രെയിനറായ സെയ്ദ് മുഹമ്മദ് പരിശീലനത്തിന് നേതൃത്വം നൽകി. നമ്മൾ ഈ EDC സർട്ടിഫിക്കറ്റുകൾ ചെറിയ അമ്പലത്തിലാക്കിയിട്ട് പിന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറി വലിയ അമ്പലത്തിലേക്ക് മാറ്റും. അതാണ് EDC സർട്ടിഫിക്കറ്റ്. ഫോം നമ്പർ വലിയ 4-ൽ ചെറിയ നമ്പർ 4-ൽ 4 ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്. 12B ഫോം അനുസരിച്ചാണ് നമ്മളിത് അവൈൽ ചെയ്യാറ്. ബൈ ദ വേ, നമ്മളെ ഇപ്പോഴും നിങ്ങൾ പോളിംഗ് ഡ്യൂട്ടിയുള്ള ആളുകൾ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാത്തവരുണ്ടാവും. 12 ബാച്ചുകളിലായി ആകെ 618 പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. 15-ന് തുടങ്ങിയ പരിശീലനം 20-ന് സമാപിക്കും. ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്. ലോക്സഭയിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് പോളിംഗ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർക്കായുള്ള പരിശീലന ക്ലാസിന് തുടക്കമായി. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിവസങ്ങളിലായാണ് ക്ലാസ് നടക്കുന്നത്. 15, 16, 18, 20 തീയതികളിൽ 7 സെക്ഷനുകളിലായി 840 ഉദ്യോഗസ്ഥർക്ക് തലപ്പിള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ CC ജോയ്, ഹെഡ് ക്ലർക്ക് സിജി, റിസർവേ ക്രാഫ്റ്റ്മാൻ ഷിനോജ് എന്നിവരാണ് ക്ലാസുകൾ നടത്തുന്നത്. ചേലക്കര മണ്ഡലത്തിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, തൃശൂർ സർവകലാശാല ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ MA ആശ 25-ാം തീയതി രാവിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ബാലറ്റ് സാമഗ്രികൾ സ്കൂളിൽ നിന്നും വിതരണം ചെയ്യുമെന്നും മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായും തലപ്പിള്ളി താലൂക്ക് ഭൂരേഖ തഹസിൽദാർ PG നാരായണൻകുട്ടി, ഡെപ്യൂട്ടി തഹസിൽദാർ ലിജോ ജോസ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് PV അനിൽകുമാർ, വടക്കാഞ്ചേരി AEO VM ബുഷറ ഷീന എന്നിവർ പറഞ്ഞു. നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലത്തൂർ പാർലമെന്ററി മണ്ഡലത്തിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസുകളാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നു മുതൽ 4 ദിവസങ്ങളിലായി 7 സെഷനുകളിൽ കൂടി 120 പേർ വീതം ഉള്ള ക്ലാസുകളാണ് നടക്കുന്നത്. CCTV ന്യൂസ് തളി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00,
89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഞായറാഴ്ച സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നിന്ന് സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിളംബര ഘോഷയാത്ര മെയിൻ റോഡ് സെന്ററിലെത്തി തിരിച്ച് മൈതാനത്ത് സ്റ്റേഡിയത്തിലെത്തി സമാപിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ അക്കാദമി താരങ്ങളും CSI ഭാരവാഹികളും വിളംബര റാലിയിൽ അണിനിരന്നു. ഫാൻസി കരിമരുന്ന് പ്രയോഗവും റാലിക്ക് മാറ്റേകി. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമായി. ഞായറാഴ്ച രാത്രി മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനിയിൽ നിന്ന് സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര ആരംഭിച്ച് മെയിൻ റോഡ് സെന്ററിലെത്തി തിരിച്ച് സ്റ്റേഡിയത്തിലെത്തി സമാപിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ അക്കാദമി താരങ്ങളും CSI ഭാരവാഹികളും വിളംബര റാലിയിൽ അണിനിരന്നു. ചാലിശ്ശേരി കുടുംബശ്രീ CDS അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളിയും ഉണ്ടായി. ടൂർണമെന്റ് ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ പൂത്തിരി കത്തിച്ച് മൈതാനത്തേക്ക് സ്വീകരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ U ഷറഫലി ടൂർണമെന്റ് കിക്ക് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. U ഷറഫലി, കൺവീനർ MM അഹമ്മദുണ്ണി, SFA പാലക്കാട് ജില്ലാ സെക്രട്ടറി വാഹിദ് കൂപ്പൂത്ത് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വേങ്ങാട്ടൂർ മന നാരായണൻ നമ്പൂതിരിപ്പാട്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ, ഫുഡ്ബുക്ക് കബീർ, ഇസ ഗോൾഡ് ഉടമ മിൻഷാദ്, IBS സ്കൂൾ ഓഫ് കോമേഴ്സ് മാനേജർ റഹീമാനക്കര, ബ്ലോക്ക് മെമ്പർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ താരങ്ങൾക്ക് കളിച്ചു വളരാൻ അവസരം തന്ന പ്രദേശമാണ് ചാലിശ്ശേരി. കോളേജിൽ പഠിക്കുന്ന കാലത്തും പോലീസിന് ജോലി ചെയ്യുന്ന കാലത്തും ഒക്കെ തന്നെ വിവിധ സെവൻസ് ടൂർണമെന്റുകളിൽ കളിക്കാൻ അവസരം കിട്ടി. എനിക്ക് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുന്ന ചാലിശ്ശേരിക്കാർ നിരവധി ഫുട്ബോൾ താരങ്ങൾ വളർത്തിയെടുക്കുന്നതിന് മുൻപ് പ്രദേശത്ത് ഇനിയും കേരളത്തിനും രാജ്യത്തിനും അഭിമാനം. കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ സ്വാഗതവും TA രണദിവെ നന്ദിയും പറഞ്ഞു. വിശിഷ്ടാതിഥികൾ ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫാൻസി വെടിക്കെട്ടും ഉണ്ടായി. ഉദ്ഘാടന മത്സരത്തിൽ ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരും KMG മാവൂരും തമ്മിൽ അവസാന സമയം വരെ 1-1 സമനില പാലിച്ച മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3 ഗോളിനെതിരെ 5 ഗോളുകൾക്ക് ശാസ്ത്ര മെഡിക്കൽസ് വിജയിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ വനിതകൾക്ക് സൗജന്യ പ്രവേശനം ഉള്ളതിനാൽ കാൽപന്ത് കളി കാണുവാൻ ആയിരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി. തിങ്കളാഴ്ച രാത്രി മത്സരത്തിൽ അൽമദീന ചെർപ്പുളശ്ശേരിയും FC തെന്നലയും തമ്മിൽ ഏറ്റുമുട്ടും. CCTV ന്യൂസ് തൃത്താല. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ചാലിശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീ CDS അംഗങ്ങൾ ഒരുക്കിയ ആദ്യത്തെ മെഗാ തിരുവാതിരക്കളി ജീവകാരുണ്യത്തിനായുള്ള കുടുംബശ്രീ CDS അംഗങ്ങളുടെ അമൂല്യ വിരുന്നായി. ചാലിശ്ശേരിയിലെ 200ഓളം അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള 100ഓളം അംഗങ്ങളാണ് ആദ്യമായി നടത്തിയ മെഗാ തിരുവാതിരക്കളിയിൽ പങ്കാളികളായത്. കത്തിച്ച നിലവിളക്കിന് ചുറ്റുനിന്ന് ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയും തിരുവാതിരക്കളിക്ക് തുടക്കം കുറിച്ചു. സംഘത്തിലെ നായിക ആദ്യ വരി പാടിയതോടെ സംഘത്തിലുള്ളവർ അത് ഏറ്റുപാടി. പാട്ടിന്റെ താളത്തിനൊപ്പം സംഘത്തിലുള്ളവർ ചുവടുവെച്ചു. വനിതകളുടെ തനതായ സംഘനൃത്തം കായികപ്രേമികൾക്ക് ആവേശവും ആഹ്ലാദവുമായി. ഗാലറിയിൽ തിങ്ങി നിറഞ്ഞവർ പ്രോത്സാഹനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, റംല വീരാൻകുട്ടി, സഹന അലി, സരിത വിജയൻ, സഹന മുജീബ്, CDS ഭാരവാഹികൾ എന്നിവരോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. ഗാലറിയിൽ ഉദ്ഘാടനവും തിരുവാതിരക്കളിയും കാണാൻ വനിതകൾ ഉൾപ്പെടെ ആയിരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി. തിരുവാതിരക്കളിക്ക് CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, കോർഡിനേറ്റർ VK സുധ എന്നിവർ നേതൃത്വം നൽകി. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവെ, സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, KN ദിജി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം കൃത്യമായ ആസൂത്രണത്തിലൂടെയെന്ന് പോലീസ്. കൊല്ലപ്പെട്ട പ്രവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ആത്മഹത്യ ചെയ്ത സന്തോഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
കഴിഞ്ഞ ദിവസം രാവിലെയാണ് തൃത്താല ആലൂർ സ്വദേശി പ്രവിയെ പട്ടാമ്പി തീരദേശ റോഡിൽ കുത്തിവീഴ്ത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃത്യം ചെയ്ത സുഹൃത്തു കൂടിയായ ആലൂർ സ്വദേശി സന്തോഷിനെ പിന്നീട് ബന്ധുവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പ്രണയം നിരസിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൊല്ലപ്പെട്ട പ്രവിയെ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ പ്രതി സന്തോഷ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. പ്രവിയുടെ അടിവയറിന് താഴെയും നെഞ്ചിലുമാണ് ആഴത്തിൽ കുത്തേറ്റിരിക്കുന്നത്. കഴുത്തിൽ കത്തിക്കൊണ്ട് വരഞ്ഞ പാടുകളും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പ്രവിയെ കൊലപ്പെടുത്തി അരമണിക്കൂറിനുള്ളിലാണ് സന്തോഷ് സഹോദരന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. പ്രവിയെ സുഹൃത്ത് സന്തോഷ് കുത്തിവീഴ്ത്തിയ ശേഷം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുത്താൻ ഉപയോഗിച്ച കത്തിയുടെ ഉറ, തീ കൊളുത്തിയ ലൈറ്റർ എന്നിവയും സമീപത്തു നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രവിയെ കൊലപ്പെടുത്തിയ കാര്യം സന്തോഷ് ബന്ധുക്കളെ വിളിച്ചറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. സന്തോഷിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരി കൂടിയായിരുന്നു മരിച്ച പ്രവിയ. ഇവിടെ നിന്നും ജോലി ഉപേക്ഷിച്ച് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായതിനു പിന്നാലെയാണ് പ്രവിയെ അപായപ്പെടുത്തുവാൻ സന്തോഷ് നിരന്തരം ശ്രമിച്ചതെന്നും പറയുന്നുണ്ട്. 29-ന് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്തിരിയണമെന്ന് പ്രവിയോട് സന്തോഷ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധുക്കൾ സൂചന നൽകിയിട്ടുണ്ട്. സൗഹൃദത്തിനൊപ്പം സാമ്പത്തികമായ ഇടപാടുകൾ ഇവ നടത്തിയിരുന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചതായാണ് സൂചന. ഇരുവരുടെയും ഫോൺ രേഖകളും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. ഇതോടെ നിലയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.